മാന്യ സദസ്സിന് നമസ്കാരം. നവോത്ഥാന നായകന്മാർ അടിത്തറയിട്ട ഭൂമികയിൽ നിന്ന് പടുത്തുയർത്തപ്പെട്ട നാടാണ് നമ്മുടെ കൊച്ചു കേരളം. പൊതുജനാരോഗ്യ രംഗത്തും പൊതുവിദ്യാഭ്യാസ രംഗത്തുമൊക്കെ നമ്മൾ കരഗതമാക്കിയ നേട്ടങ്ങൾ കേവലം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ മാത്രമല്ല, മറിച്ച് വിദേശ രാജ്യങ്ങൾ പോലും അതിശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. എന്നാൽ നമ്മുടെ നാടിന്റെ സാമൂഹിക സാമ്പത്തിക സുസ്ഥിതിയെയും പൊതുജനാരോഗ്യത്തെയും നവകേരളം എന്ന ലക്ഷ്യത്തെയും ബാധിക്കുന്ന ഒരു വലിയ വിപത്ത് ഡെമോക്രസിന്റെ വാൾ പോലെ ഇന്ന് നമ്മുടെ തലയ്ക്കു മുകളിൽ തൂങ്ങിയാടുന്നു. അതെ, പറഞ്ഞു വരുന്നത് മനുഷ്യവംശത്തിനു മേൽ പതിച്ച ഏറ്റവും വലിയ ദുരന്തമെന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച ലഹരി വസ്തുക്കളെ പറ്റി തന്നെ. സ്വന്തം അമ്മയെ വധിച്ചതിന്റെ കുറ്റബോധമോ പശ്ചാത്താപമോ ഇല്ലാതെ ഒരു 25 വയസ്സുകാരൻ നടത്തിയ കുറ്റസമ്മത വാക്കുകൾ ഒരു നിമിഷത്തേക്കെങ്കിലും കേരളത്തെ നടുക്കിക്കളഞ്ഞത് ഈ അടുത്ത നാളുകളിലാണ്. 9 മാസം ഉദരത്തിൽ വഹിച്ച സ്വന്തം അമ്മയ്ക്ക് പോലും ജനിപ്പിച്ചതിന്റെ ശിക്ഷയായി മരണം വിധിക്കുന്ന സമകാലീന സംഭവങ്ങളുടെ പിന്നാമ്പുറങ്ങൾ തേടിയുള്ള യാത്രകൾ അവസാനിക്കുന്നത് മയക്കുമരുന്നിന്റെ അമിത ഉപയോഗത്തിലാണ്. ലഹരി തലയ്ക്കു പിടിച്ചു കഴിയുമ്പോൾ മുന്നിൽ കാണുന്ന അമ്മയും സഹോദരരും ഒരു നിമിഷത്തേക്കെങ്കിലും അന്യരാകുന്ന, പകവീട്ടാനുള്ള ഇടങ്ങളാകുന്ന അവസ്ഥയിലേക്കാണ് ലഹരി വസ്തുക്കൾ നമ്മെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. മക്കളുടെ, മാതാപിതാക്കളുടെ, ജീവിത പങ്കാളിയുടെ ചെറിയ മാറ്റങ്ങൾ പോലും വലിയ പേടിയോടെ നോക്കിക്കാണേണ്ടി വരുന്ന അന്തരീക്ഷം ലഹരി വസ്തുക്കളുടെ കടന്നുകയറ്റത്തിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ദാനമായി നൽകിയ ജീവനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന കുടുംബം, വിദ്യാഭ്യാസം, തൊഴിൽ, സമൂഹം എന്നിങ്ങനെ ഇടപെടുന്ന സകല മേഖലകളിലും അശാന്തി വിതയ്ക്കുന്ന ലഹരി എന്ന കെണിയെപ്പറ്റി ഏറെ എഴുതിയിട്ടും പ്രസംഗിച്ചിട്ടും ചർച്ച ചെയ്തിട്ടും ലഹരിക്കടിമപ്പെടുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കൂട്ടുകാരുടെ നിർബന്ധം, ഇത്തിരി നേരത്തെ സുഖം, അല്പനേരത്തെ സമാധാനം, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ എന്ന ന്യായം, ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ തലമുറ ലഹരിയിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. എന്നാൽ ആ നൈമിഷികമായ സംതൃപ്തി അതില്ലാതാകുന്ന നിമിഷം മുതൽ കൂടുതൽ ശക്തിയായി അവനെ വരിഞ്ഞു മുറുക്കുന്നു. ആ പിരിമുറുക്കത്തിൽ അവൻ വീണ്ടും ലഹരികൾക്കായുള്ള ഓട്ടം തുടങ്ങുന്നു. പിന്നീട് അതില്ലാതെ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. പിന്നെ അവന് മുൻപിൽ ശരികൾ മാത്രമേയുള്ളൂ. ചെയ്യുന്നത് എത്ര നീചമായ പ്രവൃത്തിയാണെങ്കിലും. ലഹരിയുടെ ആവിർഭാവം മനുഷ്യന്റെ ക്രിയാത്മകമായ മാനവ വിഭവശേഷിയെ ഇല്ലാതാക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ഒരു തലമുറ ഒരിക്കലും നവകേരള സൃഷ്ടിയിൽ ഒരു മുതൽക്കൂട്ടാകില്ല. കുടുംബത്തിന് അത്താണിയാകേണ്ടവർ, നാടിന് അഭിമാനമായി മാറേണ്ടവർ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്തവണ്ണം ലഹരിയുടെ പുകച്ചുരുളുകൾക്കുള്ളിൽ മയങ്ങിക്കഴിയുമ്പോൾ ഇല്ലാതാകുന്നത് ഒരു തലമുറയുടെ സ്വപ്നങ്ങളും നാടിന്റെ പ്രതീക്ഷകളും കുടുംബത്തിന്റെ ഭദ്രതയുമാണ്. ലഹരി ഇന്ന് വരെയും ആരുടെയും ഒരു പ്രശ്നവും പരിഹരിച്ചിട്ടില്ല. ലഹരി ആരെയും ലക്ഷ്യത്തിൽ എത്തിച്ചിട്ടുമില്ല. വളരുന്ന തലമുറയുടെ സ്വപ്നങ്ങൾ വാടി വീഴുന്ന ലഹരിയുടെ വിഷപ്പൂപ്പാടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കൂട്ടായ പരിശ്രമമാണ് ആവശ്യം. മദ്യത്തിന്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും ഉപയോഗത്തിൽ നമ്മുടെ കൊച്ചു കേരളം ഏവരെയും ലജ്ജിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തേക്ക് കുതിക്കുകയാണ്. സന്തോഷിക്കാൻ ലഹരി, സങ്കടം വന്നാൽ ലഹരി, ഏതാഘോഷത്തിനും ലഹരി എന്ന അവസ്ഥയാണ് ഇന്ന് സംജാതമായിരിക്കുന്നത്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ മാടക്കടകളിലും ഷോപ്പിംഗ് കോംപ്ലക്സുകളിലും ഒരുപോലെ ലഭ്യമാകുന്ന ലഹരിയുടെ ലഭ്യത ഇല്ലാതാക്കാൻ സർക്കാർ സംവിധാനങ്ങളും വിദ്യാഭ്യാസ സംഘടനകളും സന്നദ്ധ സ്ഥാപനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണം. ലഹരിക്കടിമപ്പെട്ടവർക്ക് ആവശ്യമായ പിന്തുണയും ചികിത്സയും നൽകി അവരെ മുന്നോട്ട് ജീവിക്കാൻ പ്രാപ്തരാക്കണം. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരാജയങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ലഹരിക്കണിയിലേക്ക് ഓടിക്കയറാതെ അവയെ പൊരുതി തോൽപ്പിച്ച് ജീവിതം ലഹരിയാക്കി മാറ്റാം. ഊഷ്മളമായ കുടുംബ ബന്ധങ്ങളിലൂടെ, നല്ല സുഹൃത്ത് ബന്ധങ്ങളിലൂടെ, ഒഴിവു സമയങ്ങൾ ക്രിയാത്മകമായി വിനിയോഗിച്ച് കളിക്കളങ്ങളിൽ ആവേശം നിറച്ച് നവകേരളത്തിലേക്ക്
നമുക്ക് ചുവട് വയ്ക്കാം. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.